സിറ്റിസൺസ് കോർണറിലെ ഇന്നത്തെ യോഗത്തിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്തിനാണ് കർഷകർ കേരളത്തിലാകെ സംഘടിക്കുകയും കർഷക ഉച്ചകോടികൾ നടത്തുകയും രാഷ്ട്രീയ പാർട്ടികളെ തുറന്നെതിർക്കുകയും ചെയ്യുന്നത് എന്ന സംശയം പല ഭാഗത്തുമുണ്ട്. എന്തുകൊണ്ട് കർഷകർ സംഘടിതരാകേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിലെ കാർഷിക രംഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. 1960 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ കാർഷികോൽപാദനവും അതല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിലും 19% വർധനമുണ്ടായപ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള വർധനവ് 400%-ലധികമായി മാറി. ഇതിൻ്റെ ഒരു അനന്തര ഫലം എന്ന് പറയുന്നത് കർഷകർ കേരള സമൂഹത്തിൽ വിലയില്ലാത്ത അവഗണിക്കപ്പെടുന്നവരായി മാറുകയും കൃഷി ലാഭകരമല്ലാത്ത ഒരു തൊഴിലായി മാറി ആൾക്കാർ കൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. കേരളത്തിലെ കൃഷിയിടങ്ങളുടെ നെൽവയലുകളുടെ വിസ്തീർണം എടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി എടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള കൃഷി ചെയ്യുന്നവർക്കും അഭിമാനത്തോടെ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയ പാർട്ടികൾ കൃഷിക്കാർ അസംഘടിതരായതുകൊണ്ട് സംഘടിതരായ എക്സിക്യൂട്ടീവിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള വർധനവും അവരുടെ ക്ഷേമവും മാത്രം ശ്രദ്ധിക്കുകയും അതല്ലെങ്കിൽ സംഘടിതരായ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ അസംഘടിതരായ കൃഷിക്കാർ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നു, ഏറ്റവും അവഗണിക്കപ്പെടുന്നു. അവർ ആത്മഹത്യയെ പോലും കുറിച്ച് പോലും ചിന്തിക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. 4ാമത് തിരുവനന്തപുരത്ത് നടക്കുന്ന കർഷക ഉച്ചകോടിയിൽ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി മാങ്കുളത്ത് നടത്തിയ ഒരു വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. മന്ത്രി കർഷകരെ വെല്ലുവിളിച്ചത് ഇതാണ്: 2023 കൊണ്ടുവന്ന ഭൂപതിവ് ഭേദഗതി നിയമം കേരളത്തിലെ കർഷകരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ ആ ഭേദഗതി നിയമമായി വരാതിരിക്കാൻ വേണ്ടി കർഷകർ അതിൽ പ്രതിഷേധം അറിയിച്ചു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണർ നിയമം തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കർഷകർ ആവശ്യപ്പെട്ട പ്രകാരമാണ് നിയമം കൊണ്ടുവരുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. കർഷകർ എവിടെ ഇത്തരമൊരു നിയമ ഭേദഗതിയെക്കുറിച്ച് ആവശ്യപ്പെട്ടു? എന്താണ് ഈ നിയമ ഭേദഗതിയിലേക്ക് സർക്കാരിനെ നയിച്ച കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പ്രദേശത്ത് അനിയന്ത്രിത കെട്ടിട നിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രദേശത്ത് മാത്രം കെട്ടിട നിർമ്മാണത്തിന് നിയമവിരുദ്ധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമത്തെ കർഷകരും ഭൂമി കൈവശമുള്ള ആൾക്കാരും കോടതിയിൽ ചോദ്യം ചെയ്തു. വിവേചനപരമായി ഒരു പ്രദേശത്ത് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ കേസിൽ വിജയിക്കുന്നതിന് വേണ്ടി അന്നുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന അല്ലെങ്കിൽ അന്നുവരെ വില കൽപ്പിക്കാതിരുന്ന ഒരു വാദം അവിടെ ഉയർത്തിയാണ് ഉണ്ടായത്. 1964 പട്ടയച്ചട്ടത്തിൻ്റെ 4ാം വകുപ്പിൽ ഭൂമി നൽകുന്നത് കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. കേരളത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പട്ടയങ്ങളും കൃഷിക്കായി ആണ് നൽകിയത്. ആ കൃഷിയോടൊപ്പം അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുമതി അതിൽ തന്നെ അന്തർലീനമായിരുന്നു. അത് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 1960 നിയമപ്രകാരം കിട്ടിയ ഭൂമിക്ക് മാത്രം ഒരു വിവേചനം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയും ആ നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അത് മൂന്നാറിലെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കാൻ ആണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ കർഷകർക്ക് സംശയമുണ്ടായി. ഒരു പ്രദേശത്ത് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ 1964 ചട്ടപ്രകാരം കേരളത്തിലാകെ ഭൂമി കൊടുത്തിട്ടുള്ളപ്പോൾ ഈ 60 വർഷക്കാലത്തോളമായി ലക്ഷക്കണക്കിന് നിർമ്മിതികൾ സംസ്ഥാനത്താകെ ഉണ്ടാകുമ്പോൾ ഈ നിയമത്തിൽ നിയമം നിർമ്മിച്ച് അത് നിയമവിരുദ്ധ കെട്ടിടങ്ങളാണെന്ന് പ്രഖ്യാപിക്കലാണ് നിയമനിർമ്മാണം. അതാണ് മനസ്സിലാക്കേണ്ടത്. പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങി ഫീസ് അടച്ച് റവന്യൂ സെസ് അടച്ച്
തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പണമടച്ച് കെട്ടിട നമ്പർ വാങ്ങി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ അത് താമസത്തിനും അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോടതി അപ്പോഴും പറഞ്ഞത് ഈ ചട്ടത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ ചട്ടം ഭേദഗതി ചെയ്യാൻ സർക്കാരിന് കഴിയില്ലേ എന്നാണ്. സർക്കാരിന് കഴിയും എന്ന് നിയമത്തിൽ പറയുന്നു. ചട്ടം മുൻകാല പ്രാബല്യത്തോടെ പിൻകാല പ്രാബല്യത്തോടെ ഭേദഗതി ചെയ്യാം എന്നിരിക്കെ ആ ചട്ടം ഭേദഗതി ചെയ്യാം എന്ന് മുഖ്യമന്ത്രി ഇടുക്കി ജില്ലയിലെ ഭരണകക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള സർവകക്ഷി യോഗത്തിന് ഉറപ്പ് നൽകിയിരിക്കെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചട്ടം ഭേദഗതി ചെയ്യാതെ നിയമ ഭേദഗതി കൊണ്ടുവന്നത് വലിയൊരു കൊള്ളയ്ക്കുള്ള സാധ്യത ഒരുക്കുകയാണ്. കാരണം സർക്കാർ പറഞ്ഞത് നിങ്ങളെ സഹായിക്കാനാണ്, ഞങ്ങൾ ഇത് ക്രമവൽക്കരിച്ച് തരും. ക്രമവൽക്കരിച്ച് തരുന്നതിന് ക്രമവൽക്കരണ ഫീസ്, പിഴ, ഗ്രീൻ സെസ്, വർഷം തോറുമുള്ള സെസ് ഉൾപ്പെടെ 5 തരം നികുതികൾ വ്യത്യസ്ത ആൾക്കാരിൽ ചുമത്തും എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ കർഷകരെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ് 2023 ഭേദഗതി എന്ന് കർഷക സംഘടനകൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഭേദഗതിയിലെ ഭരണഘടനാ പ്രശ്നങ്ങൾ കേരള ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഗവർണർ അതിന് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ട് രേഖാമൂലമുള്ള വിശദീകരണം നൽകാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ വലിയ ഒരു ഒളിച്ചുകളി നടക്കുന്നു. അതായത് പശ്ചിമഘട്ടം വനവൽക്കരിക്കാനുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലുണ്ടാക്കിയ ഒരു നിയമമാണ് എന്ന് ഞങ്ങൾ ഇതിനെ സംശയിക്കുന്നു. അങ്ങനെ സംശയിക്കാനുള്ള ഒട്ടേറെ ന്യായങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ ഞങ്ങൾ എതിർക്കുന്നു. മന്ത്രിയുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു. ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയും പറയുകയും ചെയ്തു. എന്തിന് CPI മാത്രമേ എതിർക്കുന്നു? CPI കേരളത്തിലെ മുന്നണി മന്ത്രിസഭയിലെ ഒരു കക്ഷി മാത്രമല്ലേ? എല്ലാ നിയമങ്ങളും ഉത്തരവുകളും CPI ഭരണത്തിലിരിക്കുന്ന കാലയളവിലാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന മുല്ലപ്പെരിയാർ കരാർ പുതുക്കി നൽകിയത് നമുക്കറിയാം. 1957 EMSന്റെയും പിന്നീട് പട്ടംതാണുപിള്ളയുടെയും ഒക്കെ ഗവൺമെന്റ് ഉണ്ടായപ്പോൾ കാലഹരണപ്പെട്ട കരാർ പുതുക്കി നൽകാൻ കഴിയില്ല എന്ന് സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായ സമയത്ത് 50 വർഷം മാത്രം കാലാവധിയുള്ള ഒരു ഗ്രാവിറ്റി ഡാം, അന്ന് തന്നെ അതിന് 85 വർഷങ്ങൾ 90 വർഷത്തോളം പഴക്കമായി കഴിഞ്ഞിരുന്നു. അത്തരം ഒരു നിലനിൽപ്പില്ലാത്ത ഒരു ഡാമിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കരാർ 1000 വർഷത്തേക്ക് പുതുക്കി നൽകിയത് ജനങ്ങളെ സഹായിക്കാനോ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പുതുക്കി നൽകലിൽ വെള്ളം മാത്രം കൊടുക്കാൻ ബാധ്യതയുണ്ടായിരുന്ന കേരളം അവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അവകാശം നൽകുകയും ആ വൈദ്യുതിക്ക് 1 കിലോവാട്ടിന് കേവലം 12 രൂപ മാത്രം പ്രതിഫലം പറ്റിക്കൊണ്ട് ആ അവകാശവും തമിഴ്നാടിന് നൽകുകയും ചെയ്തു. കൃത്യമായും കേരളത്തെ പണയപ്പെടുത്തിയത് ആ സർക്കാരിൻ്റെ കാലത്താണ്. ഓരോന്നും ഞാൻ എണ്ണി പറയുന്നില്ല. 1971 കണ്ണൻദേവൻ ലാൻഡ് റിസംഷൻ ആക്ട് ഉണ്ടാക്കി. ആ നിയമത്തെക്കുറിച്ച് ഞാൻ മുൻപ് ഇതേ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. ആ നിയമം KDHP കമ്പനിയുടെ കയ്യിലിരുന്ന ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യാനാണ്. പക്ഷേ സുപ്രീം കോടതി ശരിവെച്ച ആ നിയമത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഭൂമി അത്രയും വനം വകുപ്പിന് കൈമാറാനുള്ള രഹസ്യ നീക്കങ്ങളാണ് നടക്കുന്നത്. അത് 2007 ബിനോയ് വിശ്വം വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ മാങ്കുളത്ത് അത്തരമൊരു പരിപാടി നടന്നു. അതിനുശേഷം ഈ ഗവൺമെന്റിന്റെ കാലത്ത് കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ചിന്നക്കനാലിലും വെള്ളത്തൂവലിലും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വട്ടവടയിലും കാന്തല്ലൂരിലുമൊക്കെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് വനം വകുപ്പിന് നൽകുന്നത്. 28 ലക്ഷം ഭൂരഹിതരുള്ള സ്ഥലത്ത്, ദേവികുളം താലൂക്കിൽ മാത്രം 10,000കണക്കിന് പട്ടികജാതി ഭൂരഹിതരുള്ള സ്ഥലത്ത് അത്തരം ഒരു സംവിധാനം ചെയ്യുന്നത് ഈ രാജ്യത്തോട്, ഈ നാടിനോടുള്ള കൂറില്ലായ്മയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ CPI എതിർക്കുന്നത്. CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നമുക്കറിയാം. കൃഷി വകുപ്പ്, കാർഷിക മേഖലയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അത് മാത്രമല്ല, ആ കൃഷി വകുപ്പ് മന്ത്രിക്ക് ആ കർഷകരോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കാൻ അദ്ദേഹം ഗ്രീൻ ബെഞ്ചിൽ നൽകിയ ഒരു കേസ് മാത്രം പരിഗണിച്ചാൽ മതി. വനഭൂമിയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലെ 10 കിലോമീറ്റർ വിസ്തീർണത്തിൽ ബഫർ സോൺ ആക്കണം എന്ന് പറഞ്ഞ് ഈ മലയോരത്തെ മുഴുവൻ കർഷകരെയും
കുടിയിറക്കാനുള്ള ശ്രമമാണ് ആ കൃഷി വകുപ്പ് മന്ത്രിയുടെ അദ്ദേഹം കക്ഷിയായിക്കൊണ്ട് കേസ് നടത്തിയത് എന്നുള്ളത് നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവകരമായ കാര്യമാണ്. ഈ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതൊരു പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരിസ്ഥിതി കമ്മിറ്റി ഉള്ളത് CPIക്ക് മാത്രമാണ്. ആ പരിസ്ഥിതി കമ്മിറ്റി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിസ്ഥിതി വിഷയത്തിലെ ഇരട്ടത്താപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഉയരം കൂടുമ്പോൾ പരിസ്ഥിതി ദുർബലമാകും എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഒരു കണ്ടുപിടുത്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൂന്നാറിൽ കെട്ടിടം ഒരു നിലയിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കാരണം മൂന്നാറിന് ഉയരമുണ്ട്. ഉയരമുള്ള ലോകത്തെ മറ്റു പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്തോ ഒരു ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല. താഴ്ന്ന സ്ഥലങ്ങളിലെ നെൽവയൽ നീർത്തടങ്ങൾ നികത്താൻ അനുവാദം നൽകിക്കൊണ്ട് മലയോരത്തെ കെട്ടിട നിർമ്മാണങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട്, കൃഷി നിയന്ത്രിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കും എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. പശ്ചിമഘട്ടത്തിലാണ് ഓക്സിജൻ മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്നതും അതാണ് ഓക്സിജൻ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതും എന്ന വിശ്വാസവും വിഡ്ഢിത്തമാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ഓക്സിജന്റെ 80% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സമുദ്രത്തിലാണ്. ആമസോൺ വനാന്തരമാണ് മറ്റൊരു ഭാഗം. വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് പശ്ചിമഘട്ടത്ത് വനഭൂമിയുള്ളത്. അപ്പോൾ അവിടെ മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയെ രക്ഷിക്കും എന്ന് പറയുന്നത് സാമ്പത്തിക താല്പര്യങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വന്യമൃഗങ്ങൾ പെരുകുന്നത് പരിസ്ഥിതിക്ക് വളരെ പ്രയോജനകരമാണ് എന്നുള്ളതാണ് മറ്റൊരു വാദം. നമുക്കറിയാം, ഏത് വന്യജീവിയും അതിന്റെ കാരിങ് കപ്പാസിറ്റിക്ക് അത് കൂടുതലായി പെരുകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. കൃഷിയിടങ്ങൾ തരിശാവുന്നു, നമ്മുടെ മൃഗങ്ങൾ തിന്നു തീർക്കുന്നു. അപ്പോൾ ഇവയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പക്ഷേ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കാരും വകുപ്പും പ്രവർത്തിക്കുന്നു. കർഷകരെ സംരക്ഷിക്കാനുള്ള ആ വകുപ്പ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. നീർത്തടങ്ങളേക്കാൾ പ്രാധാന്യം മലയോരത്തിനുണ്ട് എന്നുള്ളത് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വിഡ്ഢികളുടെ പരിസ്ഥിതി സങ്കല്പമാണ്. അതുപോലെ ഓക്സിജൻ ഉണ്ടാക്കാൻ, ഓക്സിജൻ ലെവൽ ക്രമീകരിക്കാൻ വൃക്ഷാവരണം മതി. കർഷകർ അവരുടെ ഭൂമിയിൽ വൃക്ഷങ്ങളാണ് നട്ടു വളർത്തുന്നത്. പക്ഷേ വൃക്ഷാവരണമല്ല, കന്യാവനങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരില്ലാത്ത പ്രകൃതിയെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. അതാണ് പരിസ്ഥിതി വിരുദ്ധം എന്ന് ബോധ്യപ്പെടുത്തുക ഞങ്ങളുടെ ലക്ഷ്യമാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സ്ഥലം നമ്മുടെ പശ്ചിമഘട്ട മലയോരങ്ങളാണ്, അല്ലെങ്കിൽ ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ല പോലുള്ള പ്രദേശങ്ങളാണ്. ആ ജനസാന്ദ്രത കുറവുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ കുടിയിറക്കൽ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് പരിസ്ഥിതി സംരക്ഷണം അവിടെയാണ് നടത്തേണ്ടത് എന്ന് പറയുന്നത് പരിസ്ഥിതി വിഷയത്തിലെ മറ്റൊരു ഇരട്ടത്താപ്പാണ്. വൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചാൽ പരിസ്ഥിതി തകരില്ല എന്ന് പറയുന്നു. ഈ മാങ്കുളം പഞ്ചായത്തിൽ പോലും 70 ലക്ഷം ലിറ്റർ വെള്ളം കെട്ടി നിർത്താവുന്ന 6 നിലകളുള്ള കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഡാമാണ് നിർമ്മിക്കുന്നത്. 2 മലകളെ 7 കിലോമീറ്ററുകളോളം തുരന്നെടുത്താണ് ഡാം നിർമ്മിക്കുന്നത്. അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാതിരിക്കുകയും കർഷകന്റെ നിർമ്മാണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ദുരന്ത ബാധിത നിയമം വരെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന് കർഷകർ ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ സർക്കാരിനും ബന്ധപ്പെട്ടവർക്കും ഉത്തരവാദിത്തമുണ്ട്. ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജനസഞ്ചാരം കുറച്ചാൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് അവർ കൂടുതൽ ദൂരം സഞ്ചരിച്ച് മാത്രം അവരുടെ ജനവാസ മേഖലയിൽ എത്തിയാൽ മതി എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്തരം പരിസ്ഥിതി ഇരട്ടത്താപ്പുകൾ കർഷകർക്കിടയിൽ മാത്രമല്ല കേരള സമൂഹത്തിലാകെ ചർച്ച ചെയ്യപ്പെടണം. അവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അവയ്ക്ക് വേണ്ടി സർക്കാരിനെ, മന്ത്രിസഭയെ, ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജനസഞ്ചാരം കുറച്ചാൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് അവർ കൂടുതൽ ദൂരം സഞ്ചരിച്ച് മാത്രം അവരുടെ ജനവാസ മേഖലയിൽ എത്തിയാൽ മതി എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്തരം പരിസ്ഥിതി ഇരട്ടത്താപ്പുകൾ കർഷകർക്കിടയിൽ മാത്രമല്ല കേരള സമൂഹത്തിലാകെ ചർച്ച ചെയ്യപ്പെടണം. അവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അവയ്ക്ക് വേണ്ടി സർക്കാരിനെ, മന്ത്രിസഭയെ നിർബന്ധിക്കാൻ കഴിയണമെങ്കിൽ കർഷകർ സംഘടിതരാകണം. അവർ രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിക്കണം.
അവർ മതത്തിനതീതമായി സംഘടിക്കണം. അത്തരമൊരു സംഘാടനത്തിലൂടെ കേരളത്തിൽ ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. ആ ചരിത്ര സൃഷ്ടിക്കുള്ള തുടക്കമാണ് കർഷക ഉച്ചകോടി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾക്ക് നമസ്കാരം.